കയർ മേഖലയിലെ പ്രതിസന്ധിയിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ഇടതുപക്ഷ തൊഴിലാളി സംഘടന. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളുടെ കീഴിലുള്ള കയർ ബോർഡ് ഓഫീസുകൾക്ക് മുന്നിൽ AITUCന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ചും ധർണയും നടത്തും. പ്രതിസന്ധി ഒഴിവാക്കാൻ മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കയർ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കൂടുതൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും മുൻവർഷം പ്രഖ്യാപിച്ച തുക നിലനിർത്തുക മാത്രമാണ് ഉണ്ടായത്. കയർ ഫെഡും കയർ കോർപ്പറേഷനും സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഇതുവരെയും നൽകിയിട്ടില്ല. കയർ തൊഴിലാളികൾക്കുള്ള കൂലി വർധനവും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല. ഈ സന്ദർഭത്തിലാണ് സമരവുമായി ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തുന്നത്. ഉൽപാദന ചെലവിന് വില കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ വ്യവസായം നിലനിൽക്കൂ. ആ വ്യവസായത്തെ നിലനിർത്താൻ കഴിയണം. ഈ മേഖലയിൽ ഏതാണ്ട് കേരളത്തിൽ 10 ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന വ്യവസായമാണ്. ഏതാണ്ട് ഇന്ന് 5000 കോടിയിലധികം രൂപ വിദേശ നാണ്യം നേടിത്തരുന്നത്. ആ വിദേശ നാണ്യം നേടിത്തരുന്ന വ്യവസായത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ തൊണ്ട് സംഭരണവും ചകിരി ഉൽപ്പാദനവും വർദ്ധിപ്പിച്ച് ഇവിടെ സ്വയം പര്യാപ്തത്തിലെത്താൻ കഴിയുന്ന സംവിധാനത്തിലെ ഗവൺമെൻറ് ചിന്തിക്കണം. പ്രൈമറി സംഘങ്ങൾക്കും മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സംഘങ്ങൾക്കും ആവശ്യമായ പ്രവർത്തന മൂലധനം നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിൽ നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ഫാക്ടറികളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ട്രേഡ് യൂണിയൻ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. വ്യാവസായിക വളർച്ചയിൽ കേരളം മുന്നോട്ട് കുതിക്കുമ്പോഴും പരമ്പരാഗത മേഖലകൾക്ക് നൽകി വരുന്ന പിന്തുണ കുറയുന്നതായും വിമർശനമുയരുന്നുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.